അങ്ങനെ നമ്മൾ എ പി ഐ കൺട്രോളർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് എന്താ നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ പി ഐ കൺട്രോളേഴ്സിനകത്ത് നമ്മൾ ഈ ഫങ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് സിങ്ക്രോണസ്ലി ടൈപ്പാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യത്തില്ല, അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങ് പോകും. പക്ഷെ നമുക്ക് അസിങ്ക്രോണസ് ആക്കണം. അത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ ഹെവി ഡേറ്റ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അസിങ്ക്രോണസ് ടൈപ്പിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അവിടെ ഒരു അവൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ അവൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി താഴോട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്കിവിടെ അസിങ്ക് നമ്മളിവിടെ കൊടുത്തു നോക്കണം. അപ്പം അസിങ്ക് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷന് സിങ്ക്രോണസ് ആണ് ഇപ്പോൾ. അപ്പോൾ അസിങ്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ അസിങ്ക് എന്ന് പറഞ്ഞൊരു പേര് ഇവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ സംഭവം, അതായത് ആക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ടാസ്കിൻ്റെ അകത്തായിരിക്കണം വരേണ്ടത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ടാസ്ക് എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ആരോ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇടും. അതിൽ നമ്മൾ ഈ ആക്ഷൻ റിസൾട്ട് ഈ ഇത്രയും സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് ടാസ്കിനകത്താണ് വെക്കേണ്ടത്. കാരണം അസിങ്ക്രോണസ് ആയതുകൊണ്ട് നമ്മൾ ഈ ടാസ്കിനകത്താണ് ആക്ച്വലി വെക്കേണ്ടത്. റെപ്രസെൻറ്റ്സ് ആൻഡ് അസിങ്ക്രോണസ് ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ റിട്ടേൺ എ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അസിങ്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ നെയിമിനകത്ത് അടിയിൽ നമ്മൾക്ക് താഴെ എറർ അടിക്കുന്നു. ദിസ് അസിങ്ക് മെത്തേഡ് ലാക്സ് അവൈറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷന് നമ്മൾ അസിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡിനകത്ത് നമുക്ക് എവിടെയാണോ അവൈറ്റ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അവൈറ്റ് കൊടുക്കുന്നത് ആക്ച്വലി ലിസ്റ്റ് എടുക്കുന്ന ടൈമിൽ. അതൊക്കെ ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, 100-ൽ കൂടുതലോ അല്ലെങ്കിൽ കൂടുതൽ ഡേറ്റാബേസ് ഉണ്ടെങ്കിലും, കൂടുതൽ ഡേറ്റ ആ ഡേറ്റാബേസിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അവൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റ് ആക്കി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ പിടിച്ച് ഇവിടെ അവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവൈറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഡെഫിനിഷൻ ഫോർ ഗെറ്റ് അവൈറ്റർ. ഇവിടെ നമ്മൾ ടു ലിസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ടു ലിസ്റ്റ് അസിങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഈ ടു ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സിങ്ക്രോണസ് ടൈപ്പാണ്. അപ്പോൾ നമ്മളിവിടെ അവൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവൈറ്റിൻ്റെ അവിടെ നമ്മൾ ടു ലിസ്റ്റിൻ്റെ അവിടെ അസിങ്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി താഴോട്ടുള്ള കോഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഈ സിങ്ക്രോണസ് ടൈപ്പിലാണെങ്കിൽ നമുക്ക് യൂസേഴ്സിൽ ചിലപ്പോൾ ഈ ടു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് നള്ളായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ വലിയ ഡേറ്റയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അത് നള്ളായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ അസിങ്ക്രോണസ് ഓപ്പറേഷൻ ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് കിട്ടുന്നത് വരെ നമ്മളിവിടെ അവൈറ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് ആ ലിസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള എക്സിക്യൂട്ട് ചെയ്ത് പോവുള്ളൂ. ചിലപ്പോൾ ലിസ്റ്റ് വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ അസിങ്ക്രോണസ് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ അസിങ്ക്രോണസ് ടൈപ്പായിട്ട് കൊടുക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെയും സെയിം തന്നെയാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അസിങ്ക് ഇവിടെ നമ്മൾ ടാസ്ക് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ടാസ്ക്, എന്നിട്ട് നമ്മൾ ഈ ആക്ഷൻ റിസൾട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടും. ഗെറ്റ് യൂസറിൻ്റെ ഇവിടെ തന്നെ നമുക്കിവിടെ അവൈറ്റ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഫൈൻഡ് മാറ്റിയിട്ട് ഫൈൻഡ് അസിങ്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് അസിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ താഴോട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. സോ ഈ രണ്ട് ഫങ്ഷൻസ് നമ്മൾ അസിങ്ക്രോണസ് ആയിട്ട് വർക്ക് ചെയ്ത്. അപ്പം നമ്മൾ ഇവിടെ എ പി ഐ കൺട്രോളറിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. എ പി ഐ കൺട്രോളർ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൺട്രോളറിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒന്നും കൂടെ നമ്മൾ റീലോഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ കൺട്രോളർ സ്റ്റോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ റീസ്റ്റാർട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കൺട്രോളറിലെ ചേഞ്ചസ് നമുക്ക് ഇതിനകത്തോട്ട് വരത്തുള്ളൂ. അപ്പം ഞാനിത് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എനിക്കിങ്ങനെ വന്നു. അപ്പോൾ ട്രൈ ഇട്ട് ബാക്കി എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, നമുക്ക് ഇവിടെ ലിസ്റ്റ് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ 5 കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക്
യൂസറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അസിങ്ക്രോണസ് ഓപ്പറേഷനിലാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ API എൻഡ് പോയിന്റ്സ് എവിടേക്കാണോ അസിങ്ക്രോണസ് ഓപ്പറേഷൻസ് വേണം അത് നമ്മൾ ഇതുപോലെ അങ്ങ് കൊടുക്കണം. ഓക്കെ, ആ ഫംഗ്ഷനിൽ നമ്മൾ അസിങ്കും അവെയിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ഏകദേശം നമ്മുടെ API കൺട്രോളർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഡിനെ നമുക്ക് ജിറ്റിലോട്ട് നമുക്ക് പുഷ് ചെയ്യണം. ഓക്കെ, ജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജിറ്റ് ഹബിനകത്ത് ഞാൻ ഓൾറെഡി എനിക്ക് ജിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജിറ്റ് ഹബിൻ്റെ ട്യൂട്ടോറിയലും ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് താഴെ പോയി ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. അതെല്ലാം ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്, അതായത് മെയിൻ ആപ്ലിക്കേഷനിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചേഞ്ചസ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആഡ് ടു സോഴ്സ് കൺട്രോൾ, അതായത് ആഡ് ടു സോഴ്സ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജിറ്റ് എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നെങ്കിൽ ഇവിടെ ജിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ആ ജിറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു പോപ്പപ്പ് വരും. ഈ ഒരു പോപ്പപ്പ് വരും. ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റ് എ ന്യൂ ജിറ്റ് ഹബ് റിപ്പോസിറ്ററിയിൽ അതിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾക്ക് ജിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് ഇവിടെ കാണിക്കണം. സോ എൻ്റെ ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓണർ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ റെപ്പോസിറ്ററി നെയിം നമുക്ക് മാറ്റാം. ഞാനിവിടെ കൊടുക്കുന്നത് ഡേറ്റിംഗ് ആപ്പാണ്. ഡേറ്റിംഗ് ആപ്പ് നെറ്റ് 8.0. ഓക്കെ, ഇതായിരിക്കും എൻ്റെ റെപ്പോസിറ്ററി നെയിം. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വെബ് API പ്രോജക്റ്റ് യൂസിങ് C#. ഓക്കെ, വിസിബിലിറ്റി ഞാൻ തൽക്കാലം ഞാൻ പ്രൈവറ്റ് ഇടാം. ഓക്കെ, നിങ്ങൾക്ക് പബ്ലിക് വേണമെങ്കിൽ ആക്കാം. പബ്ലിക് ആകുമ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പ്രൈവറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് readme.md കൊടുക്കാം. ഒരു readme.md എന്ന് പറഞ്ഞൊരു ഫയൽ വന്ന് വീഴും നമ്മുടെ ഈ ജിറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ആൻഡ് പുഷ് കൊടുക്കാം. അതിന് മുന്നേ ഇവിടെ നമുക്ക് ജിറ്റ് ഹബ് ഉണ്ട്, അഷ്യൂർ ഡെവോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നിങ്ങളുടെ സോഴ്സ് കോഡ് നിങ്ങൾക്ക് അവിടെ പുഷ് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ജിറ്റ് ഹബിലാണ്. ഇവിടെ ഞാൻ ക്രിയേറ്റ് ആൻഡ് പുഷ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുക. യുവർ ടാസ്ക് വിൽ കണ്ടിന്യൂ റണ്ണിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഇങ്ങനെ റെഡി ആവുന്നോണ്ടിരിക്കുക. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ടോ നോക്കാം. യെസ്, നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയിലാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അതായത് ജസ്റ്റ് ആ പോപ്പപ്പിനകത്ത് നിങ്ങൾ അത് കോൺഫിഗർ ചെയ്ത് ജസ്റ്റ് അങ്ങ് പുഷ് ചെയ്ത് ഇട്ടാൽ മതി. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ കമാൻഡൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വല്ലതും വരുത്തുകയാണെങ്കിൽ, ചേഞ്ചസ് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ മാസ്റ്റർ ഉണ്ട്, .NET Core ഇവിടെ കമാൻഡ് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടാം ചേഞ്ചസ്. ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേഞ്ചസ് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ചേഞ്ചസ് ഇങ്ങനെ രണ്ട് വിൻഡോയിലായിട്ട് കാണാം. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നിങ്ങളുടെ ജിറ്റിനകത്തുള്ള പ്രോജക്റ്റ് കോഡും സെക്കൻഡ് വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത കോഡാണ്. അതാണ് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. വിഷ്വൽ സ്റ്റുഡിയോയിൽ ഭയങ്കര എളുപ്പമാണ്. അതായത് നമുക്ക് ജിറ്റിലേക്ക് പുഷ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ജിറ്റ് ഹബ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ API പ്രോജക്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, ബൈ.